ഇങ്ങനെ വണ്ടിയുടെ മുമ്പിലേക്ക് കയറി നിൽക്കുമ്പോൾ അവർ ഇടിച്ചിട്ട് പോകാനൊക്കെ ഒരു സാധ്യതയില്ലേ? എന്താ പിന്നെ അവൻ വെറുതെ പോകുമോ? വെറുതെ പോകുമോ? പിന്നെ അപ്പോൾ അവനെ കാണേണ്ടി വരും. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അവനെ അന്ന് അടിച്ചിട്ടുണ്ട്. അവൻ എൻ്റെ തന്തനെയും തളനെയൊക്കെ വിളിച്ചു. നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവനൊരു പഞ്ച് കൊടുത്തു. കഴിഞ്ഞപ്പോൾ അപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾ അവനെ അടിച്ചല്ലോ. ഞാൻ പറഞ്ഞാൽ എൻ്റെ തന്തനെയും തളനെയും വിളിച്ചാൽ പിന്നെ ഞാൻ പ്രതികരിക്കും. വേറെ ആർക്കും എനിക്കറിയില്ല. പുരുഷന്മാരെ സാധാരണ പ്രതികരിക്കുള്ളൂ എന്നാണല്ലോ പറയുക. പക്ഷെ ഞാൻ പ്രതികരിക്കും. അപ്പോൾ അങ്ങ് അടി കിട്ടിയിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാറ് ചിരിച്ചു. നിങ്ങൾക്ക് കാണണ്ടല്ലോ വെച്ച് നടപടി ഞങ്ങൾ ആക്ഷൻ എടുക്കുക. ഓക്കെ എന്നിട്ട് തന്നെ അമ്മ ഫോൺ എടുക്കണ കണ്ടു. ഇതാണ് അവനിങ്ങനെ തർക്കിച്ചപ്പോൾ ഞാൻ എടുത്തപ്പോഴാണ് അവൻ പിന്നോട്ട് മാറിയത്. അപ്പോൾ അവന് മനസ്സിലായി ഞാൻ ഫോട്ടോ എടുക്കും എന്തോ എനിക്ക് അതിനുള്ളൊരു എന്തോ ഇതുണ്ട്. ഞങ്ങൾക്ക് പണി തരാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവൻ വേഗം പുറകോട്ടെടുത്തു. അതാണ് ഞാൻ ബാഗിൽ നിന്ന് എടുത്തത്. കാരണം ഈ ബാഗ് കൊണ്ടല്ല, ഒന്നാമത് മനുഷ്യന് സമയമില്ല. ഇവിടെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഭയങ്കര അപാര ബ്ലോക്ക് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ അവരെയും കുറ്റം പറയല്ല. പക്ഷെ അവന് അതല്ലല്ലോ മാർഗ്ഗം. അതിൻ്റെ രണ്ട് അപകടം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് കാൽനട യാത്രക്കാരൻ. ഇവൻ ഈ ഗ്യാപ്പിലൂടെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ട് എടുക്കുമ്പോഴും ആ വരുന്ന വണ്ടിക്കാരൻ ബ്രേക്ക് പിടിക്കണ്ടേ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് ഈ കഴുത ആലോചിക്കുന്നില്ല. കഴുതാന്ന് തന്നെ പറയാലോ അവരെ, അല്ലേ? ഇവൻ ഇവിടുന്ന് ഇപ്പോൾ ഓടിച്ച് മൂവ് ചെയ്യുമ്പോൾ അവൻ അങ്ങോട്ട് എടുക്കുന്നു. എടുക്കുമ്പോൾ മറ്റോ വരുമ്പോൾ അവൻ എന്ത് ചെയ്യണം? സഡൻ ബ്രേക്ക് പിടിക്കണം. അപ്പോൾ ബാക്കിൽ വരുന്ന വണ്ടിക്കാരൻ എന്തായാലും ഇടിക്കൂലേ? ഇല്ലേ? അങ്ങനെ ഒരു ഭാഗം കൂടി ഇല്ലേ? അതെന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല? എല്ലാവർക്കും വേഗം പോകണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയൊക്കെ